ഞാനൊരു സീക്രട്ട് വീഡിയോ കാണിക്കട്ടെ. എനിക്ക് സീക്രട്ട് ഇഷ്ടമല്ല. നീയാളൊരു തരികിടയെന്ന് റീ പറഞ്ഞിട്ടുണ്ട്. ആരാ തരികിടയെന്നേ? ഈ വീഡിയോ കാണുമ്പോ ചേച്ചിക്ക് പിടി കിട്ടും. ചേച്ചി 100 രൂപ തന്നാ മതി. ഞെട്ടിയാ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഞെട്ടൂന്ന്. ഇനി എനിക്ക് 200 രൂപ വേണം. ചേച്ചി എന്റെ പൈസ. റേ 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 എഴുന്നേക്ക്. അന്ന വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. പിന്നെ നിനക്കറിയാലോ അവൻ സെൻസിറ്റീവ് ആണ്, ക്യൂട്ടാണ്. പിന്നെ 14-ാം വയസ്സിൽ ബോൾ കൊണ്ട് കണ്ണു കാണാതെ. അവൻ അന്തനൊന്നും അല്ല. എന്ത്? ആ സത്യം ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ താഴെ ഒരു തലതെറിച്ച ചെറുക്കനില്ലേ, അവനോട് ചോദിക്കേ. എന്നോട് എന്തിനാ ചോദിക്കണേ? സോറി, ഞാനെന്തൊക്കെയാ കേൾക്കുന്നേ? ഞാനെന്താ? വേണ്ട, ഇരിക്കേ, ഞാൻ പോവാം. അവനോടൊരു കാര്യം പറഞ്ഞേക്ക്. ഇനി സൈമൺസിൽ അവന്റെ സേവനം ആവശ്യമില്ല. ചേച്ചി പൈസ. റേ, ഒന്ന് വന്നൊരു ട്യൂൺ പ്ലേ ചെയ്യോ പ്ലീസ്? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഈ നാട് വിട്ട് പോയിക്കോളാന്ന് പറഞ്ഞതല്ലേ. എന്നിട്ടും എന്തിനാ എന്നോട് നീ? ഈസി മാൻ. എനിക്ക് കണ്ണ് കാണുന്നില്ല. എന്നെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാം പെട്ടെന്ന്. ഇല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ ചാനലുകാരോടെല്ലാം പറയും. ഞാൻ കണ്ടതെല്ലാം ഞാൻ പറയും. അത് കൊള്ളാം. നിനക്ക് പണ്ടേ കണ്ണ് കാണില്ലായിരുന്നല്ലോ. എന്തായിരുന്നു ന്യൂസ് പേപ്പറിൽ വന്ന ആ ഹെഡ്ലൈൻ? മൈസ്ട്രോ ഓഫ് ബ്ലൈൻഡ് ട്യൂൺസ്. വേണമെങ്കിൽ പോലീസിനെയും കൂടെ അങ്ങ് വിളിക്ക്. എന്നിട്ട് ഈ കാണാത്ത കണ്ണുകളോണ്ട് കണ്ടത് മുഴുവൻ അങ്ങ് വിളിച്ച് പറ. ഞാനൊന്ന് കാണട്ടെ, നിന്നെ ആരാ വിശ്വസിക്കാന്ന്. പിന്നെ റേ, നീ കാഴ്ചയില്ലാതെ എത്രയും കാലം അഭിനയം ചെയ്താലും നന്നായി. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഇറ്റ് വോണ്ട് ബി ടു ഡിഫിക്കൾട്ട്. ബൈ. CID എന്നെയാണോ? ഇങ്ങോട്ട് വന്നേ. എന്താ? നിന്റെ ഫോണൊന്ന് കാണിച്ചേ. ദാ വീഡിയോ കാണാനാണോ? എന്നാ
വീഡിയോ എവിടെ? എവിടെ ഉണ്ടായിരുന്നല്ലോ? എവിടെ പോയി? നിന്റെ പേരെന്താ? കുട്ടു. കുട്ടു അല്ല, ബുദ്ധു. ചി. ആരാ ആരാ ആരാന്ന്? കാഴ്ച കളഞ്ഞെന്നോ? അതെങ്ങനെ കാഴ്ച കളയാ? നീ അവന്റെ കണ്ണു കുത്തി പൊട്ടിച്ച. അതിനാണോ ഇത്ര പാട്? ഇന്റർനെറ്റിൽ 1000 വഴികളുണ്ട്. ദാ ഇനിയിപ്പോ അവന്റെ മുമ്പിൽ ഒരു ആനയെ കൊണ്ട് നിർത്തിയാൽ തന്നെ അവനൊന്നും അറിയാൻ പോകുന്നില്ല. അവനിപ്പോഴും സംസാരിക്കാലോ. അവനെങ്ങാനും പോയി പത്രക്കാരോട് പറഞ്ഞ ഉറപ്പായിട്ട് അന്വേഷണം ഉണ്ടാവും. എന്റെ ജോലിയും പോയി നമ്മൾ രണ്ടുപേരും കുടുങ്ങും ചെയ്യും. നിനക്ക് അവനെ തട്ടാമായിരുന്നില്ല? ഏയ്, ഇങ്ങനെ ഓരോരുത്തരെ തൊട്ടാ ഞാനാര് റിപ്പറോ അതോ ജോളിയോ? ഓരോ നിമിഷം മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ച് പ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും അവന്റെ ഒരു അതെ, ടെൻഷൻ നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്. ആ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ എന്റെ തോക്കിലെ ബുള്ളറ്റ് മാറ്റാനേ ഞാൻ എത്ര കഷ്ടപ്പെട്ടു നിനക്കറിയില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. അന്ന് ആരെ കൊല്ലാൻ വേണ്ടിയാ നീ തോക്കുമായിട്ട് വീട്ടിലേക്ക് വന്നത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ അങ്ങേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. എന്നോട് ക്ഷമിക്കുമായിരുന്നു. നിന്നേക്കാൾ എത്രയോ നല്ല മനുഷ്യനായിരുന്നു അങ്ങേര്. അല്ലാതെ നീ പറയുന്ന പോലെ അവനെ കൊല്ല് ഇവനെ കൊല്ല്. ഓ, അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് മുഴുവനും നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നാളെ നീ തന്നെ എന്നെ വന്ന് അറസ്റ്റ് ചെയ്യും. അതിലായിരുന്നു തന്റെ പ്ലാൻ. സിമി, അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തെച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറ. ദാ ഇങ്ങനെ മസിലും വിരിപ്പിച്ച് ഭാര്യയുടെ ചൂട്ടിൽ കഴിയാതെ വല്ലപ്പോഴും ആ തലമണ്ട ഒന്ന് ഉപയോഗിക്ക്. കുടുങ്ങിയ രണ്ടുപേരും കുടുങ്ങും. First you listen to me. നിനക്ക് കണ്ണ് കാണാന്ന് എനിക്കറിയാം. ആ സിമിയുടെ കൂടെ വേറെ ആരൊക്കെയുണ്ട് നിന്റെ ലിസ്റ്റില്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. സിമി, നീ വിചാരിക്കുന്ന പോലെ അല്ല. ഞാൻ എല്ലാം നിന്നോട് പറയാം. നോ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇനി എന്നെ വിളിച്ച I'll call the police. And one more thing, go to hell. Anna, please, Anna.
വഴി ആരെങ്കിലും ഓടുന്നുണ്ടോ? ഇല്ല സാർ. അപ്പോൾ